നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അതായത് സ്ട്രോബെറി വെച്ചിട്ടുള്ളൊരു ലസ്സി. ഇതിന് മുൻപ് ഞാനൊരു ലസ്സി ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് മാംഗോ ലസ്സി. അപ്പോൾ അത് ഞാൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അത് കാരണം ഒരുപാട് പേര് കണ്ടിട്ടില്ല. ഇപ്പോഴും എനിക്ക് റിക്വസ്റ്റ് വരാറുണ്ട് മാംഗോ ലസ്സിയുടെ റെസിപ്പി ചോദിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അത് കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ എക്സാമാണ്, കുട്ടികൾക്ക് എക്സാം തുടങ്ങിയ നാളെ മുതൽ. അവർ 9ാം ക്ലാസ്സിലല്ലേ, അപ്പോൾ ഇതെല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു രണ്ടുപേരും. അപ്പോൾ പിള്ളേർ വീട്ടിലുള്ള സമയത്ത് വലിയ വലിയ റെസിപ്പീസിന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനി വരാം. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഞാൻ വിചാരിക്കുന്നു ഒരു ദിവസത്തിലോട്ട് മാറ്റാമെന്ന്. കാരണം എല്ലാ റെസിപ്പിയുടെ കൂട്ടത്തിൽ കൂടെ നമ്മൾ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ. കുറച്ച് ഫീഡ്ബാക്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഉണ്ടല്ലോ. പക്ഷെ അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഈ സെക്ഷൻ തന്നെ വെക്കാം. അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ബോറടിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഒരാഴ്ചത്തുള്ള കമൻസിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ റാൻഡം കമൻസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വായിക്കാം. അപ്പോൾ ചിറ്റ് പോലെയൊക്കെ ആക്കാം. ആ ഒരു സെക്ഷൻ എല്ലാ ഞായറാഴ്ചയും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലതാണെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ ഞായറാഴ്ച ചിറ്റ് ആക്കാം അല്ലേ. വീഡിയോന്റെ കൂട്ടത്തിൽ കൂടെ ഇടുന്ന ആൾക്കാർക്ക് അത് സൂചിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്നില്ല. ശനിയാഴ്ച മതിയാ? ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ എല്ലാവരും വീട്ടിലില്ല. അപ്പൊ ഇതുപോലെ കുറെ കമന്റ്സ് വായിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വെച്ചാൽ ഒരാഴ്ചത്തെ കമന്റ്സ് കംപ്ലീറ്റ് ഇതേപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 10-40 കമന്റ് വായിക്കല്ലോ ഒരു സെഷൻ ആയിട്ട്, ഒരു വീഡിയോ ആയിട്ട്. അപ്പൊ പിന്നെ ആവശ്യമുള്ളത് കണ്ടാൽ മതി അല്ലെ. അല്ലെങ്കിൽ 4 മിനിറ്റ് എല്ലാ വീഡിയോയിലും 4 മിനിറ്റ് കട്ട് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതെനിക്ക് തോന്നി ജെന്യുവൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം തോന്നിയോണ്ടാണ് ഞാൻ മാറ്റാന്ന് വിചാരിച്ചത്. അല്ലെ, അതല്ലേ നല്ലത്. അപ്പൊ അവരോട് കൂടെ നമുക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കൂടി പറയൂ കേട്ടോ. കമന്റ് ആയിട്ട് എന്താ വെച്ചാൽ പറയൂ. കമ്മ്യൂണിറ്റി പേജിൽ എങ്ങനെയാണെങ്കിലും പറയാൻ നിൽക്ക്. ഓക്കെ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള സ്ട്രോബെറി ലസ്സി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ലസ്സി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇതിനു മുൻപ് ഞാൻ മാംഗോ ലസ്സി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടില്ല. ഇപ്പോൾ മാംഗോൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും മാംഗോ ലസ്സി ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് സ്ട്രോബെറി ലസ്സി. ഇപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറി വെച്ചിട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കും, ജ്യൂസ് ഉണ്ടാക്കും. ചില സമയത്ത് ഞാൻ ലസ്സി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 10-15 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. അതായത് ലീഫിൻ്റെ ഭാഗം ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ആ വൈറ്റ് പോർഷനും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാൻ പറയുന്നത് കേട്ടോ. നല്ല പഴുത്ത സ്ട്രോബെറി ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കാരണം സ്ട്രോബെറിക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും. പിന്നെ തൈരിനും കൂടെ കൂടുതൽ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലസ്സിയിലോട്ട് ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, അതല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാണ്ട് കുടിക്കാം, അതല്ലെങ്കിൽ തേനും ചേർക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 15 സ്ട്രോബെറി കട്ട് ചെയ്തിടാം. നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നാട്ടിൽ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ പോയ സമയത്ത് റിലയൻസിലൊക്കെ പോകേണ്ടി വന്നു സ്ട്രോബെറി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ കടയിലും സ്ട്രോബെറി ഇല്ലായിരുന്നു. പക്ഷേ എറണാകുളത്തൊക്കെ ഉണ്ടാവും. എൻ്റെ പെരിഞ്ഞന നാട്ടിലത്തെ കാര്യം പറഞ്ഞു കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഞാനിതിലേക്ക് സ്ട്രോബെറി എല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് പാലും ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇത് ഉണ്ടാക്കുന്നേക്കാൾ മുൻപായിട്ട് ഒരു മണിക്കൂർ മുമ്പ് പാല് കുറച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ചില്ല് പാലായിട്ട് കിട്ടും. നല്ല കട്ടിയായിട്ട് വരും, ഐസ് പോലെ ആവും. അതിടാം. അപ്പോൾ ഐസ് ഒഴിവാക്കാം നമുക്ക്. അതല്ലെങ്കിൽ നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് 2 ക്യൂബ് ഐസ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ തൈരാണെങ്കിലും നല്ല തണുത്ത തൈര് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര അളവ് മാറ്റം വരും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവർ ഇതിലോട്ട് വാനില എസൻസ് ഒഴിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്ട്രോബെറി എസൻസ് ഒഴിക്കാറുണ്ട്. പക്ഷെ ഞാനിതിലിപ്പോൾ എസൻസുകളൊന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ സ്ട്രോബെറിയുടെ ആ സ്മെല്ല് മാത്രം മതി നമുക്ക്. ഞാനിതിലോട്ട് ഇനി ഒരു 1/4 ഗ്ലാസ് പാലൊഴിക്കാൻ പോവുകയാണ്. നല്ല തണുത്ത പാലാണിത്.
ഇത് നന്നായിട്ട് ആദ്യം തന്നെ അരച്ച് കൊണ്ടുവരാം. ഇത് നന്നായി അരഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് തൈര് ചേർത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവരട്ടെ. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാലും സ്ട്രോബെറിയും പഞ്ചസാരയും കൂട്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ പുളിയില്ലാത്ത തൈരായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സിനാണോ ഇത് ഉണ്ടാക്കുന്നത്, നമ്മുടെ ലസ്സി ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ച് വേണം ഇതിൽ ചേർക്കുന്ന തൈരിൻ്റെ അളവ് തീരുമാനിക്കാൻ. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 8 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഒരു 400 ഗ്രാം വരും. അളവ് പറയുകയാണെങ്കിൽ 400 ഗ്രാം വരും. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണിത്. അപ്പോൾ നമുക്കിത് നന്നായി അടിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് 2 ഐസ് ക്യൂബ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓവറായിട്ട് അങ്ങ് അടിക്കാൻ പാടില്ല. ഇച്ചിരി ചെറിയൊരു തിക്നെസ് വേണം നമ്മുടെ ലസ്സിക്ക്. അല്ലാതെ മോര് പോലെ ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് വിപ്പ് ചെയ്ത് അടിച്ചാൽ മതി. അല്ലാണ്ട് ഓവറായിട്ട് ഹൈ സ്പീഡിൽ അടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നന്നായിട്ട് വിപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഷുഗർ കുറവാണ്. അപ്പോൾ വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ലസ്സിയിൽ ഐസ്ക്രീം ചേർക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആസിറ്റീസ് ലസ്സി ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലസ്സി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയുണ്ട് കേട്ടോ. എനിക്ക് സ്ട്രോബെറി സ്മൂത്തിനേക്കാളൊക്കെ ഇഷ്ടം എപ്പോഴും ലസ്സിയാണ്. കാരണം സ്മൂത്തി എന്ന് പറയുമ്പോൾ ആ പാലിൻ്റെ കുത്തിങ്ങനെ ഒരുപാട് അങ്ങ് എടുക്കുന്നത് നല്ല രസമായിട്ടുള്ള സംഭവമാണ് ലസ്സി. അപ്പോൾ ആവശ്യത്തിൻ്റെ തണുപ്പുണ്ട്. നമുക്ക് 2 ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ്സിലേക്കുള്ളതുണ്ട് കേട്ടോ ലസ്സി. അതായത് ഇതുപോലെ ചെറിയ ഗ്ലാസ്സാണേ. വലിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ്സിലേക്കുള്ള ലസ്സിയാണിത്. അപ്പോൾ എൻ്റെ മകൻ എന്ത് ചെയ്തു എന്നറിയുമ്പോൾ, ഞാൻ സ്ട്രോബെറി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇതിലേക്ക് കൂടെ എടുത്ത് വെച്ചു. ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ എല്ലാ സ്ട്രോബെറിയും ഓൾറെഡി കഴിഞ്ഞു. ഞാൻ എൻ്റെ അടുത്തില്ല ഡെക്കറേറ്റ് ചെയ്യാൻ. ബാക്കിയുള്ളത് ഈ ഗ്ലാസ്സിലേക്കും കൂടെ ഒഴിക്കാം കേട്ടോ. പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ദാബേന്ന് കഴിക്കാറുണ്ട്. അവർ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ, വലിയ ഗ്ലാസ്സിലാണ് നമുക്ക് ലസ്സി തരിക. പല തരത്തിലുള്ള ലസ്സികളുണ്ട്. ഞാനൊരു ലസ്സിയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സ്ട്രോബെറി ഇല്ലാത്ത കാരണം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് മുകളിൽ വിതറിയിട്ടുണ്ടായിരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ഒന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി, ഓവർ തിക്കല്ല ഓവർ തിന്നും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ പാവം മാംഗോ ലസ്സിനെ മറക്കരുത്. മാംഗോ ലസ്സിനെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ചേട്ടൻ എന്തോ സ്വീറ്റ് കഴിക്കുകയാണ്, എന്തോ പായസം കുടിക്കുകയാണ്. പക്ഷേ അതൊന്നുമല്ല സംഭവം. എന്താണ് ചേട്ടാ അത്? പൈനാപ്പിൾ പുളിശ്ശേരി ഗ്ലാസ്സിലാക്കി കുടിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ രസം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്, മോര് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ മറ്റേതിന് കറികളിലെ കൂട്ടി കഴിക്കായിരുന്നല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് മീൻചാറും വേണമെങ്കിൽ കഴിക്കട്ടെ. ഭയങ്കര ടേസ്റ്റ്. പിന്നെ കോട്ടൽ കൊത്തി പോകുന്നു മാത്രമേ ഉള്ളൂ. പണ്ട് ശിവചേട്ടൻ വീട്ടിൽ വരുമ്പോ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് മീൻചാറ് എടുത്ത് ഇങ്ങനെ കുടിക്കും ഗ്ലാസ്സിലല്ലേ. അതുപോലെ മീൻചാറും പഴവും മീൻചാറ് ഹലുവയും ഭയങ്കര ടേസ്റ്റ്. ഇതിന്റെ കൂടെ എന്താ കഴിക്കാത്ത? പഴം തിന്നു കഴിഞ്ഞാൽ അല്ല ഉള്ളിച്ചതും ഒരുമിച്ച് മിക്സ് ആണല്ലോ അല്ലേ. എന്തായാലും കൊള്ളാം, നടക്കട്ടെ. പൈനാപ്പിൾ പുളിശ്ശേരി